ഹായ് മക്കളെ, മൂവിംഗ് ചാർജ് മാഗ്നറ്റ്സിൽ ഒരു അടിപൊളി ക്വസ്റ്റൻ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റൻ എല്ലാവരും വായിച്ചു നോക്കുക. 2025 CBSE ക്വസ്റ്റൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ സർക്കുലർ കോയിലിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നല്ലൊരു ട്രിക്കി ക്വസ്റ്റൻ എന്ന് പറയാൻ കാരണമുണ്ട്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു സർക്കുലർ കോയിലിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? μ0I/2r ആണ്. ഇവിടെ ചെറിയൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? ഇവിടുത്തെ പ്രത്യേകത, ഈ വരുന്ന കറണ്ട് ഈ മുകളിലത്തെ ലൂപ്പിലൂടെ ഇങ്ങനെയാണ് കടന്നു പോകുന്നത്, അതേപോലെ താഴത്തെ ലൂപ്പിലൂടെ ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. ഇവിടുത്തെ കറണ്ടിനെ I1 എന്നും ഇവിടുത്തെ കറണ്ട് നമ്മൾ എന്ത് വിളിച്ചു? I2 എന്ന് വിളിച്ചു. നമ്മൾ I1 I2 ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ പോകുന്നു. ഇൻ ടേംസ് ഓഫ് I ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ റെസിസ്റ്റൻസ് കൂടുതലാണ്. ഇപ്പോൾ ഈ റെസിസ്റ്റൻസിനെ നമ്മൾ R എന്ന് വിളിച്ചാൽ, ഈ റെസിസ്റ്റൻസ് പറയുമ്പോൾ ഇതിൻ്റെ 3 ടൈംസ് ആയതുകൊണ്ട് 3R എന്ന് കിട്ടും. നമുക്കറിയാം കറണ്ട് മാക്സിമം കടന്നു പോകുന്നത് റെസിസ്റ്റൻസ് കുറവുള്ളിടത്തല്ലേ. അപ്പോൾ ഇതിനകത്തൂടെ ആയിരിക്കും മാക്സിമം കറണ്ട് കടന്നു പോകുന്നത്. അതേപോലെ തന്നെ മിനിമം കറണ്ട് കടന്നു പോകുന്നത് ഇതിലെ കൂടി ആയിരിക്കും. അപ്പോൾ I1 വാല്യൂ നമ്മളൊന്ന് പറയുകയാണ്. I1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3/4 I ആയിരിക്കും. അതേപോലെ I2 എന്ന് പറയുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ 1/4 എന്തായിരിക്കും മക്കളെ? I ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കുകയാണ്, നമ്മൾ B1 കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം B1 = B1 പ്രത്യേകം എന്താണ്? 1/4 പോർഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ 1/4 μ0 Iക്ക് പകരം 3I/4 നമ്മൾ കൊടുത്തു, ഡിവൈഡ് ബൈ എന്താണ്? 2R ആണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ B2 കണ്ടുപിടിച്ചു. B2 നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്കറിയാം B2 എന്ന് പറയുന്നത് ഇയാൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇത് 3/4 പോർഷൻ ഉണ്ട്. അപ്പോൾ 3/4 μ0 Iക്ക് പകരം നിങ്ങൾ എന്തിട്ട് കൊടുത്തു? 1/4 ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ B1 B2 നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. നിങ്ങൾ നോക്കി, ഇവിടെ 1/4 ഉണ്ട്, ഇവിടെ 1/4 ഉണ്ട്, ഇവിടെ 3/4 ഉണ്ട്, ഇവിടെ 3/4 ഉണ്ട്, μ0 ഉണ്ട്, I ഉണ്ട്, μ0 ഉണ്ട്, I ഉണ്ട്, 2R ഉണ്ട്, 2R ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ സാധിക്കും B1 B2 എന്താണ് മക്കളെ? ഈക്വൽ ആണ്. B1 B2 ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കറണ്ട് പോകുന്നത് എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇവിടെ കറണ്ട് പോകുന്നത് എങ്ങനെയാണ് മക്കളെ? ഇവിടെ കറണ്ട് പോകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ഇവിടെ കറണ്ട് പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഉറപ്പാണ് ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് B1 - B2 ആയിരിക്കും. അപ്പോൾ നമുക്ക് B1 B2 ഈക്വൽ ആയതുകൊണ്ട് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എന്ത് കിട്ടുന്നതാണ്? 0 എന്ന് കിട്ടുന്നതാണ്. ഇതേപോലെ അടിപൊളി ക്വസ്റ്റ്യനുമായിട്ട് നാളെ രാവിലെ 9 മണിക്ക് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. നമുക്ക് തകർത്ത് പഠിക്കാം, ഉഷാറായിട്ട് പഠിക്കാം മക്കളെ.